Hello, hi. Welcome to Foray Vlogs. Yes, back in the ഒരാൾ അവിടെ കിടന്ന് Foray Vlogs കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1:15 സമയം. രാവിലെ നമ്മുടെ കിച്ചുവേട്ടൻ വീട്ടില് കാളാഞ്ചിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞൊരു ക്ഷണം ഉണ്ടായി. അപ്പൊ കാളാഞ്ചി എന്ന് കേട്ടപ്പം ജലദോഷം ബാധിച്ച് വയ്യാതിരിക്കുന്ന ഒരു രോഗി രോഗിയാക്കാൻ വേണ്ടി 2-3 ദിവസം ശ്രമിച്ചിട്ടുണ്ട്. ശക്തമായി പ്രതിഷേധിക്കും. ജലദോഷം എന്ന് പറയുന്ന ഒരു രോഗമാണ്. വയസ്സാക്കാൻ നോക്കുന്നു. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് ഗ്ലാമർ ഉള്ളതുകൊണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതിന്റെ പ്രശ്നമാണ്. താഴെയുള്ളവർ കമന്റ് ചെയ്യണം ഇപ്പൊ പറഞ്ഞതിന്. നിങ്ങൾ എന്റെ ഫാൻസ് ആണെങ്കിൽ പ്ലീസ് ദയവ് കമന്റ് ചെയ്യൂ. അതെ, കാണിച്ചു കൊടുക്കണേ എന്നെ പുച്ഛം. ഞങ്ങള് കാക്കനാട് കിച്ചുവേട്ടന്റെ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് പോവാണ്. ഇത് എന്താ കിച്ചുവിന്റെ ഫ്ലാറ്റിന്റെ പേരെന്താ? അതു പെനി ക്യാൻഡി ഉണ്ടോ അതിന്റെ അടിയില്? അതാണ് ഓർമ്മ. കിച്ചുവിന്റെ പൂച്ചയുടെ ഫ്ലാറ്റിന്റെ അവിടെ ഈ പിള്ളേര് വിളിക്കുന്നത് എന്താ? അവണി കിച്ചുവേട്ടൻ എന്താ വിളിക്കണേ? ഈ വ്ളോഗിന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. മോൻ തന്നെ പളപളാന്നിരിക്കണോ? കണ്ടോ? ഇന്നലെ വാങ്ങിയില്ലേ മമ്മ എർത്തിന്റെ വാഷും മോയ്സ്ചറൈസർ ഇട്ടപ്പോ അയ്യോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ മുഖത്ത് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. എന്താന്നറിയില്ല. അത് ഭയങ്കര സുന്ദരായിട്ടുണ്ട് കേട്ടോ. ലാവണി എന്താ ഇട്ടിരിക്കണെന്നറിയോ? അവളുടെ ഫ്രണ്ട്സ് കൊടുത്ത ഇയറിങ്സും മാലയൊക്കെയാണ്. ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. അത് കാണിച്ചു കൊടുത്തേ. കണ്ടോ? കാണുന്നില്ല, അടുത്ത് വരണം. മാലയും കമ്പലും കാണണമെങ്കിൽ. ഇത്ര ഉച്ചയ്ക്ക് വളരെ സൈലന്റ് മറ്റേ ജീവിയാണ്. ഒരുപാട് ശബ്ദം പുറത്തു വരാത്ത ജീവിയാണ് ചില സമയത്ത് മാത്രം. അപ്പൊ നമ്മള് പൂച്ചിയുടെ വീട്ടിൽ അങ്ങനെ ഞാൻ പോവാണ്. പക്ഷെ ഇന്ന് ഈസ്റ്റ് ആയിട്ട് റോഡിൽ ഒരു തിരക്കുമില്ല. ഒരു പരിപാടിയില്ല. ഭയങ്കര പോവാം. ബാഗ് മാനുഫാക്ചർ ഓക്കെ. അതാ റോഡ് വിശാലമായി കിടക്കുന്ന IT മറ്റേ സീപോർട്ട് ഹാർബർ റോഡ്. ഇന്ന് ആരുമില്ല, തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഈ വഴി പോകാൻ പറ്റാത്ത എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ സ്കൂട്ടറൊക്കെ എടുത്താൽ പോണത്. കാർ ഓടിക്കാൻ വയ്ക്കുന്നേ. ഭയങ്കര ബ്ലോക്കും പരിപാടികളും വെറുത്തു പോകും. ഇവിടെ അറിയാം വെണ്ണല ജംഗ്ഷൻ്റെ വരെ ഒരു സൊല്യൂഷനും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വണ്ടി അവിടെ കൊണ്ട് നിർത്തിയാലോ അപ്പം കിട്ടും പാർക്കിങ്ങിന് മറ്റേ ചാർജ് പെറ്റി അടിച്ചു. ഈ വകുപ്പ് മന്ത്രിയോട് നിങ്ങൾ കംപ്ലൈന്റ് പറയൂ. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിനക്ക് പറയാൻ പറ്റും. എനിക്ക് പറയാൻ പറ്റില്ല. ഗണേശനായോണ്ട് നിങ്ങൾ പറയാൻ പറഞ്ഞേ. പുള്ളി നല്ലതാട്ടോ. പേഴ്സണലി എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടം. അതൊരു പാട്ട് പാടി കൊടുത്തേ. അതൊരു പാട്ട് എവിടെ കാണുമ്പോ ശരിക്കും മറ്റേ കുഞ്ചാക്ക ഭവന്റെ ഒരു ജഗതിയൊക്കെ ഉള്ള കുറെ പിള്ളേരെ കാട്ടിലൊരു പടമില്ലേ? മഞ്ജിമയെ പോലെ അല്ലേ? തോന്നല്ലേ മഞ്ജിമയുടെ ആ ചെറുപ്പം പോലെ ആ സിനിമയിലുള്ള ആളെ അങ്ങനെ അതും അങ്ങനത്തെ വേഷം ഇട്ടേക്കണോ? സ്കൂളിൽ പോകുമോ? അത് ഏത് സ്കൂളിലാ പോകുന്നേ? ഏത് സ്കൂളിലാ അത് പോവാ? പറഞ്ഞു കൊടുക്ക. കേട്ടില്ല. ഏതാ? ഞങ്ങള് ഇവിടെ 2-3 ദിവസം പിന്നെ വെറുതെ ചുമ്മാ ഇവിടെ എങ്ങനെ ആവും, എങ്ങനെ സ്കൂളിൽ പോയി എങ്ങനെ ഇരിക്കൂല്ലേന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വീടിന്റെ അടുത്തുള്ളൊരു തമാശക്കാരി ഇറങ്ങി കേട്ടോ. നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് തമാശ പറഞ്ഞതില്. അപ്പൊ അങ്ങനെ അവിടെ ഒരു സ്കൂളിൽ കൊണ്ടാക്കി ഇവിടെ നമ്മളെ അടുത്ത്. അപ്പൊ ആദ്യമാണ് ആ സ്കൂൾ കണ്ടുപിടിച്ചത്. നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു. അതിന്റെ ലോഗോ അതിന്റെ ഫോട്ടോയിലും മറ്റേ ഈ ബേബി ഷാർക്ക് ഇങ്ങനെ ചാടി നിൽക്കുന്നതാണ്. അപ്പൊ അതിനുശേഷം അവളിങ്ങനെ പറഞ്ഞ ബേബി ഷാർക്ക്. അല്ല, അത് മാത്രല്ല സ്കൂളിന്റെ ഉള്ളിൽ അന്ന് പിള്ളേര് കരഞ്ഞപ്പോ അവര് ബേബി ഷാർക്കിന്റെ പാട്ട് ടിവിയിലിട്ടു. അതാണ് അവളുടെ മൈൻഡിൽ കയറിയത്. അത് രണ്ടും ഉണ്ട്. അതെ, ഏകദേശം നമ്മുടെ കിച്ചുവേട്ടന്റെ വീട് എത്താനായി. കിച്ചുവേട്ടന്റെ വീട് ഇവിടെ ഭാരത് മാതാ കോളേജ് ഇല്ലേ, EMCയുടെ ഓപ്പോസിറ്റ് ആണ് ഫ്ലാറ്റ്. അതുകൊണ്ട് പെട്ടെന്ന് എത്തും നമ്മുടെ വീട്ടിൽ നിന്ന്. ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തും. അങ്ങ് ദൂരത്താ തിരക്കില്ലാന്ന് പറഞ്ഞത്. ഇതാണ് കൂച്ചിയുടെ ഫ്ലാറ്റ്, ട്രെയിൻ ഫ്ലാറ്റ്. കിച്ചുവേട്ടൻ ആരെങ്കിലും അന്വേഷിച്ചു വരികയാണെങ്കിൽ എന്താണ് അത്? കേട്ടില്ല അമ്മ. ഫ്ലാറ്റ് എത്തിയോ? ആ ഫ്ലാറ്റിൽ ആരൊക്കെ ഉണ്ട്? കൂച്ചിയും പിന്നെ
കൂച്ചിയുടെ മോൻ അല്ലേ? അൻവി, കൂച്ചി അൻവി എന്നാ പറഞ്ഞേ. കൂച്ചിയുടെ മോൻ അൻവി. പിന്നെ മൂത്ത മോന്റെ പേരെന്താ? അമ്പാടി. അമ്മാടി. ഇവിടെ എല്ലാ ആൾക്കാരും നാട് വിട്ട് പോയിരുന്നുണ്ട്. ഒരു വണ്ടി പോലും കാണാനില്ല. ഒരു വണ്ടി പോലും ഇല്ല. ഇവിടെ കാണിച്ചു കൊടുക്കുക. ഇതാണ് ഫ്ലാറ്റ്. അങ്ങ് മേലെയാണ് കൊച്ചി. എന്താ ഇത്? ഇതെന്താ? ആളുടെ ഫോണാണോ? വാ നമുക്ക് ഇറങ്ങാം. കമാ ചാവഴി വരാം. യെസ്. അയ്യോ വണ്ടി ഇത് വല്ല വെട്ടുകല്ലാന്നൊക്കെ തോന്നുന്നു കേട്ടോ. സൈഡിലിട്ടുണ്ട്. അതൂടെ അതിറങ്ങില്ല. അതോ കമാൻ. ചെരുപ്പ് വേണ്ട, കുഴപ്പമില്ല. അൻവിയുടെ ബാഗ് ഒന്ന് എടുത്തോടാ കൊടുക്കാൻ. എടുക്കോ നിങ്ങളെ? എത്രാമത്തെ നിലയില് അഞ്ജലി? 16ാമത്തെ നിലയല്ല അത്. ലിഫ്റ്റ് ഇതാ പൊങ്ങി വരുന്നു. 0-ലെത്തി. അതും കയറാം. ബൈ 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 ബൈ. പതിനാറ്. ആവണിയുടെ പേര് മാറ്റാൻ പോവാ. ആവണിയുടെ പേര് മാറ്റാൻ പോകുന്നാണ് പറയണത് ഗൈസ്. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ പറയട്ടോ. അയ്യോ വീഡിയോയിൽ വരുന്നതിന് കുഴപ്പമുണ്ടോ? വീഡിയോയിൽ വരുന്നുണ്ട്. അത് തോടെ ഹലോ. ഇതാരാ? ആരാ? ഹലോ ഹലോ. ഇതാണ്. നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും. ഞാനിപ്പോ 2-ാം തീയതി വരുന്നുണ്ട്. നമ്മളെ ഈ സ്കോഡിൽ നിന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇങ്ങനെ നോ 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 നോ. ആവണി അവള് വെച്ചോളൂ. വിട്ടോ അവള് വെച്ചോളൂ. ആവണി ഞാൻ വേണ്ട. റൈസ് കൈമാറി. അതെന്തത്? ചമ്മന്തി, മാങ്ങാ ചമ്മന്തി. ഓ എൻ്റെ ഫേവറേറ്റ്സ് ആണ് മാങ്ങാ ചമ്മന്തി. എടാ മതിയടാ. ചോറ്, ചിക്കൻ കറി, കാളാഞ്ചി, കഴിച്ചോളൂ. എമ്മി വെള്ളം കുപ്പി. നട അന്ന നട കണ്ടതയ്യ മുടിയായിരിക്കും. എന്നെ വെടി വെച്ചു ഗൈസ്.
ഹലോ പറഞ്ഞ ഹൈഫൈ. ആ കൊച്ചിനകത്ത് ശേഖരം ഇവിടെ ഇരിക്കുന്ന ചോറ് അതനുസരിച്ച് വേണം. ഇല്ല. അത് കഴിയത്തില്ല ചോറ് കഴിയത്തില്ല. ഹലോ. ഹായ്. ഹലോ. ദുഃഖമുള്ളത് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിനെ സ്മരിച്ചുകൊണ്ട് അപ്പം ചെയ്യുകയാണ്. കിച്ചുവേട്ടൻ അപ്പം വിഭജിച്ചു കൊടുക്കുന്നു. അത് ഇവിടെ വന്ന് വീണോ? സുഖല്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ഞങ്ങള് കിച്ചുവിന്റെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ബായ് പറയുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാൻ മറന്നുപോയി. അപ്പം ഞങ്ങൾ നേരെ ഇവിടെ പോണേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ലുലു സാധനം ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം അതൊന്നും എടുത്തിട്ട് കളക്ട് ചെയ്യണം. എന്തോ ഒരു ഇനോഗ്രേഷൻ അല്ല, തൃപ്രയർ ഒരു ഹോട്ടൽ ഇനോഗ്രേഷൻ. അപ്പം അതിനും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മീറ്റിംഗ് ഉണ്ട്, അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഓഫീസിൽ പോയി ഒരു സാധനം എടുത്തിട്ടാണ് പോകുന്നത്. ഓഫീസിൽ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ കാണിച്ചു തരാം. അത് വേറൊരു ബ്ലോഗിൽ കാണിച്ചു തരാം കേട്ടോ. യെസ്, നമ്മൾ ലുലുവിലെത്തി. അപ്പം ഞങ്ങൾ ലുലുവിൻ്റെ പാർക്കിങ്ങിലെത്തി. ഞങ്ങളിനി എൻ്റെ വാച്ച് വാങ്ങിയിട്ട് തിരിച്ചു വരാം. ആ ആ എപ്പോ? അപ്പോൾ ഞാൻ പറഞ്ഞ വാച്ച് എനിക്ക് കിട്ടി. അവർ ശരിയാക്കി വെച്ചു, ഗ്ലാസ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കി. ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള വാച്ച് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഐശ്വര്യമായിട്ട് തന്നെ. ഓക്കെ, വ്ലോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ, ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം നമുക്ക് കിട്ടി, വാച്ച് കിട്ടി. കുറേ ദിവസം ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല, മേടിക്കാനേ പറ്റുന്നില്ല. റെഡിയാക്കി വെച്ചിട്ട് കുറേ ആയി വിളിക്കുന്നു, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരാനേ പറ്റുന്നില്ല. പോയി അങ്ങ്. ഓക്കെ, അത് പോയി. അപ്പം ബായ് പറഞ്ഞാൽ മണി. ബൈ. അപ്പോൾ ആദുക്കുട്ടി അങ്ങോട്ട്, ഞങ്ങൾ പെട്ടെന്ന് വ്ലോഗ് അവസാനിപ്പിച്ച് അങ്ങോട്ട് പോട്ടെ. ആദുവിൻ്റെ ബായ് പറയാം അല്ലേ? ആദു സേ ബായ്, സേ ബായ്. ബായ് ആദു, ബായ്. ഓക്കെ, ബൈ. ബൈ.